സ്റ്റാർ സിംഗർ. ഇമ്രാൻ, സ്വന്തമായിട്ട് എന്ത് തോന്നുന്നു പാട്ട് പാടിയിട്ട്? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എത്ര വയസ്സായി ഇമ്രാന്? എനിക്കോ 20 കഴിഞ്ഞു. 21-ലാണ്. ഓക്കെ, ശരത് സാർ. എനിക്കിഷ്ടമായി ഇമ്രാനെ പാടിയത് കേട്ടോ. താങ്ക് യു സർ. പിന്നെ ഇമ്രാന് ആകപ്പാടെ ഉള്ളൊരു കുഴപ്പം പറയട്ടെ. മോന് തുടങ്ങിയപ്പോൾ കുറച്ച് ശ്രുതിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് മാരി പാസ്, അവിടെയും ശ്രുതി വൃത്തിയായിട്ട് അറിയാം. ഈ ഞാൻ പറയുന്നതൊക്കെ സ്പഷ്ടമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ മോനെ. പിന്നെ ജുഗുനൂര്, അതും ശ്രുതി നന്നായിട്ട് പ്രശ്നമുണ്ട്. പിന്നെ മോനെ പല്ലവിയുടെ എൻ്റെ പാടിയില്ലേ ടോപ്പ്, സൂപ്പറായിരുന്നു. താങ്ക് യു സർ. വളരെ നന്നായിരുന്നു. പിന്നെ ചരണം മോന് ഭയങ്കര ലോ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരു ഷാർപ്പാവാൻ, ശ്രുതിയിൽ നിന്ന് കുറച്ച് മേളിലാവാനുള്ള ടെൻഡൻസി ഉള്ളത്. നമുക്ക് പാടാൻ പറ്റാത്തൊരു റേഞ്ച് ആകുമ്പോഴാണ്. അതെന്താണ് ഇമ്രാൻ? ഇത് കുറച്ചും കൂടെ കൂട്ടിയാൽ വെള്ളം കുടിക്കുമോ? ഇല്ലല്ല, വെള്ളം കുടിക്കത്തില്ല. പിന്നെ എന്താ കുടിക്കും? പാലൊക്കെ കുടിക്കായിരിക്കും. ശരി പോട്ടെ മോനെ. മോനെ പാടുമ്പോഴേ ഇത് ശ്രുതി പിടിച്ചോണ്ടാണ് മാരിപ്പാസ് പാടുന്നത്. അതെന്തിനാണ്? അങ്ങനെ ഉണ്ടോ അതിൽ ഒറിജിനല്? അത് മാരിപ്പാസ് മാറിപ്പോവാണ്ടാണോ അങ്ങനെ ഉമ്മ പിടിക്കുന്നത്? അങ്ങനെ കണക്ട് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ. ഇത് മിടുക്കനാ, കണക്ട് ചെയ്താൽ കുഴപ്പമില്ല. അവിടെ കൊണ്ട് അമ്മോന്ന് വിട്ടിട്ട് പിന്നെ മാരിപ്പാസ് എന്ന് പറഞ്ഞാൽ ഉമ്മാന്ന് കേൾക്കുന്നില്ല കേട്ടോ. വയസ്സിൻ്റെ കുഴപ്പമാണ് കേട്ടോ ഇമ്രാന്. പിന്നെ മാറു ജുഗുനു, അത് യഥാർത്ഥമായിട്ട് അതങ്ങ് മാറിപ്പോയി ശ്രുതിയിൽ നിന്ന്. പിന്നെ എൻ്റെ നിർത്തിയത് ഭയങ്കര ഷാർപ്പായിരുന്നു ഇമ്രാൻ കേട്ടോ. അപ്പോൾ ഇമ്രാൻ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ, എന്നാലും എനിക്ക് ആ ശബ്ദം ഇഷ്ടമായി കേട്ടോ ഇമ്രാൻ. പിന്നെ മേളിൽ പാടിയതൊക്കെ എനിക്കിഷ്ടം. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ ഇമ്രാന് തകർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വെറും സ്റ്റേജ് മാത്രമേ തകർക്കാൻ പറ്റൂ കേട്ടോ. എന്തായാലും താങ്ക് യു ശരത് സർ. ഉണ്ണിയേട്ടൻ, ഇമ്രാൻ്റെ പ്രീവിയസ് പെർഫോമൻസസ് നോക്കുമ്പോൾ ആദ്യത്തെ പാടിയ പാട്ടും ഇന്നത്തെ പാട്ടും കുറച്ചൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങനെ പല്ലവി എൻഡിലെ ലാസ്റ്റ് ജുഗുനോരെ, അത് റിയലി സൂപ്പർബായിരുന്നു. ബിക്കോസ് അത്രയും ഒരു ഫീൽ വാസ് ദെയർ ഇൻ ദാറ്റ് ജുഗുനോരെ. പിന്നെ അതാണ് ചരണത്തിലൊക്കെ ആ ഫസ്റ്റ് 2 ചരണത്തിലും ആ ലോവർ പോർഷൻസിൽ ബിക്കോസ് റേഞ്ച് എന്തോ ശരിയാവാത്തതോ എന്താ കാരണം, അപ്പോൾ ആ ഫീല് കുറച്ച് പോണ ഒരു ആ ശരിക്കും ആ ഒറിജിനൽ ആ പാട്ട് ആ സ്ഥലത്തൊക്കെ വളരെ ഒരു സ്മൂത്ത് ഫ്ലോയിങ് ഇതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു ശക്തി കൊടുത്ത് പാടുന്ന മാതിരി ഉണ്ടായിരുന്നു. അത് ഒരു സുഖം കിട്ടിയില്ല ആ സ്ഥലത്ത്. പിന്നെ when you went to top, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ നല്ല റേഞ്ച് യു വെരി ഗുഡ് അറ്റ് ദ ഹൈ ടോപ്പ് റേഞ്ച്. സോ അത് മാത്രം ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാ ശ്രുതി അഡ്ജസ്റ്റ് ചെയ്യണോ അതെങ്ങനെയാ യു മസ്റ്റ് നോട്ട് ദറ്റ് പോയിന്റ്. അതർവൈസ് it was not a bad performance, not your best performance. You can do definitely better. I will expect much more from you, Imran. Okay, all the best. Thank you ഉണ്ണിയേട്ടൻ. ആസിഫ് ഹസൻ സർ, ഇമ്രാന്റെ ജുഗ്നൂരിനെ കുറിച്ച്? തരക്കേടില്ലാണ്ട് പാടിട്ടോ ഇമ്രാൻ. ഇറ്റ്സ് ഗുഡ്. ഇതല്ലേ മാക്സിമം പിച്ച്. ഇതിലും ഇനി ഒരു അരനോട്ട് കയറോ? അങ്ങനെ കയറിയിരുന്നെങ്കിൽ ഇനി പാടുമ്പോൾ ഇതെവിടെയെങ്കിലും പാടുമ്പോൾ അരനോട്ട് കയറ്റിപ്പാടുക. കാരണം താഴ്ത്ത് കംപ്ലീറ്റ് ഈ ഫ്ലാറ്റിന് പകരം നമ്മളൊക്കെ ഷാർപ്പാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേമാതിരി ഇത് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ഫസ്റ്റ് പോർഷനിൽ മാത്രം മോനത് ശ്രുതി നിന്നില്ല. എന്നുള്ള പോർഷൻ പക്ഷെ പിന്നീട് പാടുമ്പോഴൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഹൈ പിച്ചിലുള്ള സിംഗിങ്, ഇറ്റ് വാസ് നല്ല നമുക്ക് ഒരു നല്ലൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആസിഫ് ഹസൻ സർ. കൽപ്പന ചേച്ചി, ഞാൻ ഇമ്രാനെ ആദ്യം കാണുന്നത് ഒരു 10-100 ആൾക്കാരുടെ നടുക്ക്, അതായത് വൻ സ്റ്റേജ്, 100 അല്ല, അവിടെ ഒരു 1000-നടുത്തുണ്ടാവും. അവരുടെ കയ്യടിയോടെ സ്വീകരിക്കുന്ന ഒരു ഗായകനെയാണ്. നോക്കുമ്പോൾ ആനച്ചന്തത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കൊച്ച്. പക്ഷെ പാടിയപ്പോൾ സിംഹചന്തമായിട്ടാണ് തോന്നിയത്. അന്ന് ബേസ് അതേത് പാട്ടായിരുന്നു ഇമ്രാനെ ഞാൻ ആദ്യം കാണുമ്പോൾ ഇമ്രാൻ പാടിയ? സുഫാനല്ല, അതാണ് അതല്ലേ? വളരെ മനോഹരമായിട്ട് ഇത്രയും അന്ന് ഏറ്റവും കൂടുതൽ ക്ലാപ്സ് അന്ന് കിട്ടിയ വ്യക്തി ഇമ്രാനായിരുന്നു.
അപ്പൊ ഇമ്രാനെ ഇതിലെ ഇമ്രാൻ വന്നപ്പോൾ ഞാൻ കണ്ടു, ഇമ്രാന്റെ പാർട്ടി ഞാൻ കണ്ടു. മമ്മൂക്കയായിട്ട് വന്നില്ല, അണ്ണൻ തമ്പി വന്നപ്പോൾ ഞാൻ കണ്ടു. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചൊരു അനിനാസിക പ്രയോഗമുള്ള ഒരു ഗസൽ ടൈപ്പ് സോങ് ആയതുകൊണ്ടാവാം ഈ വോയിസ്. ഏത് ടൈപ്പ് വോയിസ് ഇമ്രാൻ എടുക്കാൻ പറ്റും? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പാട്ട് ഞാൻ കേട്ടിട്ടുള്ളത് വളരെ നന്നായി ഇമ്രാൻ പാടി. മൊത്തത്തിൽ ഐഡിയ സ്റ്റാർ സിംഗറിലെ ബാക്കി കണ്ടസ്റ്റന്റുകളിൽ നിന്നൊരു ബലമാണ് അല്ലെ. ഇമ്രാനെ മുമ്പിൽ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ബലം ഈ കണ്ടസ്റ്റന്റിന്റെ ഇമ്രാന്റെ കയ്യിലാണ്. ഒരു നാടിന്റെ ശക്തിയൊക്കെ ഒരു ക്യാപ്റ്റൻ. ഗുഡ് ലക്ക് ഇമ്രാൻ, ഗോഡ് ബ്ലസ് യു. ഈശ്വരനൊപ്പം ഉണ്ട്, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും. ഇമ്രാൻ 4 ജഡ്ജസും പറഞ്ഞു കേട്ടല്ലോ. ഇനി നമുക്ക് മാർക്സ് അറിയണ്ടേ? ഓക്കെ, ആരുടെ അടുത്ത് ആദ്യം അറിയണം? ശരത് സാർ. ശരത് സാർ തന്നെ പറയട്ടെ എന്ന്. ഇമ്രാന് പറയാവോ ഞാൻ എത്ര എഴുതിയേക്കുന്ന മാർക്ക്? 50. അത് കുറഞ്ഞു പോയോ? ഇല്ല, അതിനെക്കാട്ടും കുറവാ? ഭയങ്കര stingy-ആണോ നിങ്ങൾ? ചെറിയ കുറവ്. 14. Okay. 14 out of 30. ഉണ്ണിയേട്ടാ? ഇമ്രാൻ again 14. 14 ഒരിക്കൽ കൂടി. ഔസേപ്പ് ബച്ചൻ സർ? 15. ആൻഡ് കൽപ്പന ചേച്ചി 10ലാണ്. 10-9. ഓക്കെ, ഇമ്രാന്റെ ടോട്ടൽ മാർക്സ് 52 മാർക്സ് ആണ്. അതിനെ കുറിച്ച് ഇമ്രാൻ എന്താ പറയാനുള്ളത്? എന്തായാലും 52 മാർക്സ് ആണ് ഫസ്റ്റ് പെർഫോമൻസിൽ. ഇനി ഡ്യുവറ്റ് റൗണ്ടിലാണ്.